നമസ്കാരം എല്ലാവർക്കും. എഡിയോ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കാലഘട്ടങ്ങൾ ഒരുപാട് ഇങ്ങനെ മാറി മറിയുകയാണ്. നമ്മളെ എന്താ പറയുക, വളരെ 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 വേഗമാണ് ഓരോ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഈ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഏത് കോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ അധികമൊന്നും താമസിക്കുന്ന നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മെഡിക്കൽ കോഡിംഗ് എന്താണ്, എവിടൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. ഡിഗ്രി ഏതാണെങ്കിൽ പോലും നമുക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ കഴിയും. മെഡിക്കൽ കോഡിംഗ് പഠിപ്പിക്കുന്ന ഒരുപാട് കോളേജുകളോ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ കോഡിംഗ് ഒരു 3 മാസം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കോഴ്സാണ്. മെഡിക്കൽ കോഡിംഗ് എന്താണെന്നുള്ളത് പലർക്കും അറിയാം, എന്നാലും ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, നമ്മൾ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗം എന്താണെന്നുള്ളത് ഒരു കോഡ് ബേസ് ചെയ്ത് ആ ഒരു ഇൻഷുറൻസിലൊക്കെ എഴുതി വിടുന്നതാണ് മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഗുണം എന്താണ്? നമ്മൾ ഇന്ന് എല്ലാവരും ഓരോ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോഡിംഗ് പഠിപ്പിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 100% പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ എറണാകുളത്തുള്ള നമ്മുടെ എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും 100% പ്ലേസ്മെൻറ്റ്സ് ആണ്. കാരണം അതിന് അതുപോലെ ജോലി സാധ്യതകളുണ്ട്. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും അത് വന്ന് പഠിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇത് എളുപ്പം ജോലി കിട്ടുന്നതാണ്. കാരണം പിന്നെ അതുപോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 100% നമുക്കറിയാൻ പറ്റും ഇതിന് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും അത്രത്തോളം ഓപ്പണിങ്സും ഉണ്ടെന്നുള്ളത്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരു എക്സാം ഉണ്ട്, CPC. ആ ഒരു എക്സാം നമ്മൾ പാസ്സാകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കകത്തല്ല, ഇന്ത്യയുടെ പുറത്തോട്ടും നമുക്കുള്ള ജോലി സാധ്യതകളാണ് അവിടെ ഓപ്പൺ ആവുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല ഫീസ് സ്ട്രക്ചറാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവർക്ക് തരുന്ന ട്രെയിനിങ്, അവരുടെ ഒരു എക്സാം ഫീസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഡിഫറൻസ് ആവാറുണ്ട്. CPC എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യാം, ഗൾഫ് കൺട്രീസ്, യൂറോപ്യൻ, അമേരിക്ക, എവിടെയൊക്കെ. കാരണം ഈ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കാരണം അവിടത്തേക്ക് ചിലവ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെഡിക്കൽ ഇൻഷുറൻസുകൾ തന്നെയാണ്. ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ നമ്മൾ ഡോക്ടർ അത് എഴുതുന്ന ഒരു പേഷ്യൻറ്റിനെ പറ്റി ഡീറ്റെയിലിങ്, ആ ഒരു അസുഖത്തെ പറ്റി എഴുതുന്നത് അതിനെ ഒരു കോഡ് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ഏജൻസിൻ്റെ കൊടുക്കുന്നത്. അതാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് പഠിച്ച ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ അനേകമുണ്ട്, ഒരുപാടുണ്ട്. ഇത് ഒരിക്കലും മാറിപ്പോവുകയോ അല്ലെങ്കിൽ തീർന്നു പോവുകയോ ചെയ്യാറില്ല. കാരണം CPC എക്സാം പാസ്സാകുന്നവർക്ക് ഫ്രഷർ വേക്കൻസികൾ തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ അവർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെ വേണമെന്ന് ചോദിക്കാറില്ല. നിങ്ങളുടെ ഒരു സംശയമുണ്ടാവും, CPC എക്സാം അപ്പം ബുദ്ധിമുട്ടാവില്ല? ഇല്ല, മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേക്കാൾ കൂടുതൽ സിമ്പിളാണ്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു 70% മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പാക്കേജോട് കൂടി ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യക്കകത്ത് CPC എക്സാം കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്തിറങ്ങുന്ന ഒരു ഫ്രഷറിന് 25 മുതൽ 30 വരെയാണ് ഒരു സാലറി പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെളിയിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സാലറി പാക്കേജുകൾ മാറുകയാണ്. കാരണം അപ്പോൾ ഇതിന് 25 മുതൽ 30 വരെ അവർ തരുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് നമുക്ക് നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് അപ് ടു 30 നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫ്രഷറിന് 30,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുമെന്നുള്ളതാണ് സത്യം. ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, MNCകൾ, IT പാർക്കുകളിൽ ഇതിന് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ? IT പാർക്കുകളിൽ പല ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ പല ഡോക്ടർമാർക്കും പേഴ്സണലായിട്ട് അവരുടെ ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു
ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ ഉണ്ടെങ്കിൽ ഈ IT പാർക്കുകളിലാണ് ഇവർ ഫ്രീലാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ IT പാർക്കുകളിലാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു MNCയിൽ ഇത് ആൾക്കാർ ഇരിക്കുന്നത്. കാരണം ഈ ഡോക്ടേഴ്സ് അവരെ അപ്രോച്ച് ചെയ്തിട്ടാണ് ആ ഒരു ഡീറ്റെയിൽസ്, ആ ഒരു പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കോഡാക്കിയിട്ട് ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ കൺട്രികൾ അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സാലറി റേഞ്ച് എന്നുള്ളത് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് സാധാരണ വ്യത്യാസപ്പെടാറുള്ളത്. കാരണം ഇതിന് നല്ല ജോലി സാധ്യതയോടൊപ്പം തന്നെ നല്ല സാലറി സ്കെയിലാണ് വെളിയിലുള്ളത്. ഈ ഒരു മേഖലകൾ നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെ കമൻറ്റിൽ അറിയിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ അപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടത് ഇനി ഏതൊരു വിഷയത്തെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, നിങ്ങളുടെ ചോദ്യം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷെയറും കമൻറ്റും ഒക്കെയാണ് എൻ്റെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നിടം വരെയും ബൈ.